അധിക തീരുവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടപടി തുടരുമ്പോഴും ഡൊണാൾഡ് ട്രംപ് മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. മാത്രമല്ല റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാനുള്ള തീരുമാനം ഇന്ത്യ മാറ്റി തുടങ്ങിയ വാർത്തകളൊക്കെ വന്നു. രാഷ്ട്രീയക്കുഴപ്പം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടാക്കാൻ മോദി ട്രംപ് ശ്രമിച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ്. എന്തായാലും അത്തരം വാർത്തകൾ തന്നെയാണ് വീണ്ടും പുറത്തു വരുന്നത്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. മോദി മഹാനായ നേതാവും സുഹൃത്തുമാണെന്നും തനിക്ക് മോദിയുമായി നല്ല ബന്ധമാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യക്കെതിരെയുള്ള ഇരട്ട തീരുവ തുടരുമെന്നും 2 മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമാപണം നടത്തുമെന്നും US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലെറ്റ്നിക് പറയുന്നു. സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ഇത്തരം നടപടികൾ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത രീതിയിൽ 50% അധിക തീരുവയൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നു. പക്ഷേ മറുവശത്ത് ഇന്ത്യ ക്ഷമാപണം നടത്തും, ഈ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൽ പുനർവിചിന്തനം നടത്തുമെന്നുള്ള കാര്യങ്ങൾ ഒരു വശത്ത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു വൈരുദ്ധ്യം അമേരിക്കയുടെ ഭാഗത്ത് അമേരിക്കയുടെ നയങ്ങളിലുണ്ടെന്നുള്ളതാണോ? വൈരുദ്ധ്യം എന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ച ചില കാര്യങ്ങൾ, അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മാറി ഇന്ത്യയും റഷ്യയും ഇരുണ്ട ചൈനയുടെ ഭാഗത്തേക്ക് പോകുന്നു, അവർക്ക് നല്ലത് വരട്ടെ എന്ന ഒരു ട്രോൾ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അക്കാര്യം ചോദിച്ചപ്പോഴാണ് ഒരു ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ തന്നെ വൈറ്റ് ഹൗസിലെ മാധ്യമങ്ങൾ കണ്ട സമയത്ത് ചോദിച്ചപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. തങ്ങൾ സുഹൃത്തുക്കളായിരുന്നില്ലേ എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും സുഹൃത്തുക്കളാണ് എന്നും നരേന്ദ്രമോദി മഹാനായ നേതാവാണ് എന്നും, പക്ഷെ ഇപ്പോൾ മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തനിക്ക് പറ്റാത്തത് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് എന്ന് കൂടി ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ബന്ധത്തിലല്ല പ്രശ്നം, മറിച്ച് ഇന്ത്യയുടെ നയങ്ങളിലാണ് പ്രശ്നം എന്ന് തുറന്നു പറയുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് US വാണിജ്യ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന. ഹൊവാർഡ് ലെറ്റ്നിക് പറയുന്നത് തീർച്ചയായും റഷ്യ എണ്ണ വാങ്ങുന്നതിലെ പ്രശ്നങ്ങൾ അത് തുടരും എന്നുള്ളതാണ്. അതായത് തീരുവ തുടരും, ഇരട്ട തീരുവ തുടരും. 2 മാസത്തിനകം ഇന്ത്യ ക്ഷമാപണം നടത്തി തിരിച്ചു വരുന്നത് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ഈ വിഷയം ഇന്ത്യ US മുമ്പിൽ യാചിക്കും, ഈ ഒരു ഇരട്ട തീരുവ ഒഴിവാക്കി തരണം എന്ന് ഇന്ത്യ US യാചിക്കും എന്ന് പോലും ഇപ്പോൾ US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലെറ്റ്നിക് പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു സ്വരം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഷയിൽ മാത്രമാണ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് വരുന്നത്. ഈ ഇരട്ട തീരുവ ഒഴിവാക്കുമെന്നോ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കും എന്നോ ഒരു തരത്തിലും പറയുന്നില്ല. അതോടൊപ്പം തന്നെ ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായ പീറ്റർ നവാറയുടെ വാക്കുകൾ കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യ ഒരിക്കലും സത്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് കൂടി പറയുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്ന പ്രസ്താവന അത് ആവർത്തിക്കുകയാണ് നവാറോ. എന്ന് മാത്രമല്ല, ഇന്ത്യയും റഷ്യയും കൂടുതൽ അടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അത് ഇന്ത്യക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് കൂടി നവാറോ ആവർത്തിക്കുകയാണ്. ശരി, സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.